സൗദി അറേബ്യയും യമനിലെ ഹൂത്തികളും തമ്മിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചിരിക്കുകയാണ്. യമനിലെ ഹൂത്തികളുടെ നേതൃത്വത്തിലുള്ള അവരുടെ പ്രദേശത്തുള്ള യമനിന്റെ തലസ്ഥാനമായ സനയിലുള്ള എയർപോർട്ടിൽ ഈ സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതോടുകൂടെയാണ് വീണ്ടും സംഘർഷം ആരംഭിച്ചിരിക്കുന്നത്. സൗദി അറേബ്യക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഹൂത്തികളുടെ മിലിറ്ററി സ്പോക്സ്മാൻ യഹ്യ സരി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആക്രമണങ്ങൾക്ക് തിരിച്ചടി ആക്രമണമാണ്. എന്തിനാണ് ഈ സമയത്ത് സൗദി അറേബ്യ അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്ന പ്രധാന ചോദ്യമുണ്ട്. കാരണം ഇറാനിന്റെ മാഹാൻ എന്നറിയപ്പെടുന്ന അവരുടെ വിമാനം, യാത്രാ വിമാനം ഇന്ന് രണ്ടാമതായി, അതായത് ഈ ആഴ്ചയിൽ തന്നെ രണ്ടാമതായി യമനിന്റെ തലസ്ഥാനമായ സനയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സൗദി അറേബ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ ഒരു വിമാനം ലാൻഡ് ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആകാശത്ത് എത്തിയെങ്കിലും ഹൂത്തികൾ അതിനെ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങളെ തുരത്തുകയായിരുന്നു. എന്നാൽ രണ്ടാമതും ഇപ്പോൾ ഇറാന്റെ മാഹാൻ എന്നറിയപ്പെടുന്ന വിമാനം ലാൻഡ് ചെയ്തതോടുകൂടെ സൗദി അറേബ്യയുടെ യമനിനെതിരെയുള്ള ഉപരോധമാണ് പൊളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇറാൻ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കണം? കാരണം സൗദി അറേബ്യയെ ആക്രമിക്കാൻ ഒരു വഴി ഇപ്പോൾ ഇറാന്റെ മുന്നിൽ ഇല്ല എങ്കിൽ അതിന് മറ്റൊരു തലങ്ങളിലൂടെ ഏതെങ്കിലും ഒരു വഴി കണ്ടെത്തുകയാണ് എന്ന് ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും. യമനികളെയും ഈ യുദ്ധത്തിലേക്ക് ഇറക്കുക എന്ന മറ്റൊരു മാർഗം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൗദി അറേബ്യക്കെതിരെ യമനിനെ ആക്രമണത്തിലേക്ക് കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ സൗദി അറേബ്യയെ ടാർഗറ്റ് ചെയ്യാനുള്ള വഴി കൂടെ ഇറാൻ ഇതിലൂടെ കണ്ടെത്തുക. കാരണം സൗദി അറേബ്യ അമേരിക്കക്ക് മിലിറ്ററി ബേസുകളോ മറ്റോ നൽകുന്നില്ല ഇറാനെതിരെ ആക്രമിക്കാൻ എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യ പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചകളിലോ സൗദി അറേബ്യക്ക് നേരെ മറ്റു GCC രാഷ്ട്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോഴും സൗദി അറേബ്യക്ക് നേരെ ആക്രമണങ്ങളില്ല. എന്നാൽ ഇതിലൂടെ മറ്റൊരു വഴി കൂടെ ഇറാൻ തുറക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. എന്തായിരുന്നാലും സൗദി അറേബ്യയുടെ ഉപരോധങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ഉപരോധങ്ങൾ വിലവെക്കാതെയാണ് ഇറാന്റെ യാത്രാ വിമാനം രണ്ടാം തവണയും ഇപ്പോൾ സന എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സന എയർപോർട്ടിന് നേരെ സൗദി അറേബ്യ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ഇതിനുള്ള തിരിച്ചടി ഹൂത്തികൾ നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഹൂത്തികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആക്രമണത്തിന് പകരം ആക്രമണം മാത്രമാണ് എന്ന്. ഇനി ഒരുപക്ഷെ ഇത് ഹൂത്തികൾ സൗദി അറേബ്യയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അത് മറ്റൊരു യുദ്ധമുഖം, പോർമുഖം തുറക്കുമോ എന്നതാണ് മിഡിൽ ഈസ്റ്റ് ആശങ്കയോടെ കാണുന്നത്.